അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എറണാകുളം പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്, പെരുമ്പാവൂർ. അപ്പോൾ ജോലി ആവശ്യങ്ങളായിട്ട് തൃശ്ശൂരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരു മാസം ആയിട്ടില്ല തൃശ്ശൂർക്ക് മാറിയിട്ട്. അപ്പോൾ കുറച്ച് ആവശ്യങ്ങൾ ഉള്ളാർന്നുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നാൽ ഇവർക്ക് അകത്തിരിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. കാരണം ഇവിടെ ഭയങ്കര ഭംഗിയാണ്. പുറത്തേക്കുള്ള ഈ ഒരു സ്ഥലം കണ്ടോ, ഈ സ്ഥലം ഓരോ സമയത്ത് ഓരോ ലുക്കാണ്. കാരണം ഒരു മാസം മുമ്പ് ഇവിടെ ഫുൾ വാഴ കൃഷിയായിരുന്നു. അപ്പോൾ വേറൊരു ലുക്കായിരുന്നു. ചില സമയങ്ങളിൽ കപ്പയായിരിക്കും. ഇപ്പോൾ അവിടെ നട്ടേക്കണ കപ്പയാണ്. അപ്പോൾ കപ്പ വളർന്നു കഴിഞ്ഞാൽ വേറൊരു ലുക്കാണ്. ഇത് ഇപ്പോൾ കണ്ടത് ഫുൾ എൻ്റെ ഉമ്മച്ചീൻ്റെ ചെടിയാണ് കേട്ടോ. ഉമ്മച്ചി എവിടെ പോയാലും ചെടികൾ ഭയങ്കര വീക്ക്നെസ്സാണ്. എന്തെങ്കിലും ഒരു ചെടി കയ്യിലുണ്ടാവും. അപ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഉമ്മച്ചി എല്ലാ തരത്തിലുള്ള മിക്ക ചെടികളും ഉമ്മച്ചിയുടെ അടുത്തുണ്ട്. അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്യും. ഞാൻ അവിടെ വീടിൻ്റെ അടുത്തൊക്കെ താമസിച്ചിരുന്ന സമയത്ത് അവിടെ ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന സവാളത്തൊണ്ട്, പഴത്തൊലി എല്ലാം പെറുക്കിക്കൊണ്ട് വരുമായിരുന്നു കേട്ടോ ചെടികൾക്ക് വളമിടാനായിട്ട്. ചെറുമക്കളെയാണോ ഇവരെയാണോ ചെടിയാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ രണ്ടുപേരും ഒരുപോലെ എന്നാൽ ഉമ്മച്ചി പറയാം. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ ജനിച്ച കാലം തൊട്ടേ കാണുകയാണ് ഉമ്മച്ചി ചെടിയുടെ പുറകെ ഇങ്ങനെ ഭ്രാന്തായിട്ട് കിടക്കുന്നത്. എനിക്ക് കാണാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ അതിനോട് ഇങ്ങനെ ഭയങ്കര അഡിക്ഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ രാവിലെയാണ് കേട്ടത്. രാവിലെ തന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴ ഒന്ന് തോർന്നപ്പോൾ 3 പേരും പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ 3 പേരുടെ മുടി വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ മുടി വെട്ടാനായിട്ട് കൊണ്ടുപോയി. ആദ്യമൊന്നും ഇങ്ങനെ ഇരിക്കുകയില്ലായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. ഒരാൾ വെയിറ്റിംഗ് ആണ്. അപ്പം ഒരാൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒറ്റക്കൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കിളി ആവുന്നതാണ് കാണുന്നത്. ഇവർക്ക് തൊട്ടാൽ ഇക്കിളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇക്കിളി ആയപ്പോൾ ഉള്ള എക്സ്പ്രഷനാണ് കാണുന്നത്. മുടി വെട്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, മറ്റേ ആളെ കയറ്റി ഇരുത്തി. അപ്പോൾ ഉപ്പച്ചിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവനെ കയറ്റി ഇരുത്തിയിട്ട് ഇവനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ പോവാണ്. മറ്റേ ആളെ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് പിന്നെ മഴ തുടങ്ങിയപ്പോൾ കൊട എടുക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ കവറൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും മറ്റേ ആൾ മുടി വെട്ടിയിരിക്കുന്നുണ്ടായി. യഹിയൻ കുഴപ്പമില്ലാതിരുന്നിട്ടാണ്. കാരണം ഉറക്കത്തിൻ്റെ ചടയിലായതുകൊണ്ട് ആ ഉറക്കത്തിൻ്റെ ഒരു മത്തിപ്പിൽ അങ്ങനെ ഇരുന്നു. അങ്ങനെ 3 പേരും മുടി വെട്ടിച്ച് പതിയെ വീട്ടിലേക്ക്, കുടയൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകാനിട്ട് എല്ലാവരും കൂടി.